പേരെന്താണ്? നസീർ. പേരെന്താണ്? ഷീല. നസീർ ഷീല. അതാണ് കുഴപ്പം. ഈ പേര് നിങ്ങൾ ചെറുപ്പത്തിലിട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ? ഈ പേരുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങി. അതെങ്ങനെ? ഹായ് ഷീല, ദിസ് ഇസ് നസീർ. എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാ മെസ്സേജാ. എന്ത് രസമായിരുന്നു അല്ല ഷീലേ? ഇവരാദ്യമായിട്ടാണ് വിളിച്ചിരുന്നത്. പുല്ലേ, ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. കാറൊക്കെ വാങ്ങിച്ചത് സമയം കളഞ്ഞു. ഹായ്, നമസ്കാരം സാർ. ചിരി വരണ്ട. ഇല്ല സാർ. എന്നാ റൂമിൽ പോയിരിക്കേ. കമ്പ്യൂട്ടർ റൂമിൽ AC ഉണ്ട്. ശരി സാർ. മാഡം, ID കാർഡ് കിട്ടിയില്ലല്ലോ. തന്നിരുന്നു സാർ. നിന്റെ അല്ല, ഇവളുടെ. നമ്മുടെ ഫോൺ ഓഫായി പോയി സാർ. ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണില്ല. നിന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ID മാത്രമേ ഉള്ളോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും നീ ഫോണൊന്നും എടുക്ക്. ഫോൺ എടുക്കടാ, ഞാനൊന്ന് കാണട്ടെ. ഫോൺ എടുക്കടാ. താടാ ഇങ്ങോട്ട്. സാർ, എൻ്റെ സ്വകാര്യത. എന്ത് സ്വകാര്യതയാടാ ഇതിനകത്തുള്ളത്? ഞങ്ങളുടെ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ. എന്നാ ഞാൻ ഒന്ന് കണ്ടുവരാം. കാണട്ടെ. പിൻ നമ്പർ പറയടാ. പറയടാ. 1 1 പറയടാ. 2 2 3 3 പറയടാ. 4 4 ഭയങ്കര പിൻ നമ്പറാണല്ലോടാ. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തരാം. നീ അവിടെ ഇരിക്ക്. സാർ. സാർ, അടങ്ങിയിരിക്കടാ. പോയി ഫോൺ എടുത്തോണ്ട് വേണം കോപ്പ. സാബിൻ്റെ 2 ബസ് റെന്റ് വാങ്ങിച്ചിടാൻ വല്ല മാർഗമുണ്ടോ? അതാണല്ലോ എൻ്റെ പണി. മാഡം, ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങള്. അതിന്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിൽ അസാറ് നസീറിന്റെ ഫോൺ എടുത്തോണ്ട് പോയത്? അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുമ്മാ അയാളുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. മാഡം, എത്ര നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ? എനിക്ക് മതിയായി. അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും ഭാവവും. ഇതാ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി. അയാളാ സാറ്? താനൊന്ന് വാ അടയ്ക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാതെ താൻ നാവ് തുറന്ന താൻ ഞാൻ കേക്കും പാട്ട് എല്ലാം കൊടുത്ത ഞോക്കപ്പില്ലിടും. പറഞ്ഞു മനസ്സിലാവുണ്ടോ? താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അങ്ങോട്ടിരുന്നോളൂ. രഘുനാഥേ, താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ? മേഡം, അവരുടെ ചാറ്റ് ഒന്ന് പരിശോധിക്കണം. എന്തിന്? മേഡം, അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം. എന്റെ ടെമ്പർ പോയി നിൽക്കുകയാണ്. തന്റെ ഊളത്തരങ്ങൾ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. മേഡം, അരവിന്ദ് സാറ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പ്രശ്നമാവും. തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ ഒന്നും പഠിപ്പിക്കണ്ട. അരവിന്ദ് സാറല്ലേ, ഞാൻ നോക്കിക്കോളാം. ഫോൺ എടുക്ക്. സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ.
അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ? വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളൂ? ഏയ്, ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യിൽ നിന്ന് വല്ലതും തടയോടോ? അതിന് തിരുപ്പണി എടുക്കേണ്ടി വരും.